ഇൻഷാ അല്ലാഹ് കുടുംബം സമാധാനവും അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും എന്ന വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സന്തോഷവും സങ്കടവും സമ്മിശ്രമായ ജീവിതത്തിലുണ്ടാവും. ആദ്യകാലത്തുണ്ടാകുന്ന സന്തോഷം കുറേ കാലം വരെ മരിക്കുന്നവരുണ്ടാവും എന്നാരും പ്രതീക്ഷിക്കണ്ട. ഉണ്ടാവണേന്ന് ദുആ ചെയ്യാം, പക്ഷെ ഉണ്ടാവൂല. ഒരു കുടുംബത്തിലും ഉണ്ടായിട്ടില്ല. ദുനിയാവിൽ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ മരിക്കുന്നത് വരെ വളരെ സന്തോഷത്തിൽ ജീവിച്ച ഒരാളെയും ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. അപ്പോ ഒരിക്കലും ഒരു മരിക്കുന്നവരെ ഒരു സന്തോഷമുള്ള കുടുംബ ജീവിതം അല്ലാഹു കൊടുക്കൂല, അങ്ങനെ കൊടുത്തിട്ടില്ല. ആ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തലാണ്. സങ്കടം ജീവിതത്തിലുടനീളം ഉണ്ടാവും. പ്രസവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. 2-3 പ്രാവശ്യം ഗർഭം ധരിച്ചിട്ട് ചിലപ്പോൾ പാളിപ്പോകാം. പിന്നെ ഉണ്ടാകുന്ന മക്കളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ വീട്, കടം, അങ്ങനെ 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 ഭാരിച്ച ഒരു വലിയ പർവ്വത സമാനമായ ബാധ്യത തലയിലുണ്ടാവാം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങാം. അള്ളാഹു 7 മക്കളെ കൊടുത്തു. ആ മക്കളുടെ അവസ്ഥ മാത്രം നിങ്ങൾ എടുത്തു നോക്ക്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മകനാണ് ഖാസിം എന്ന മകൻ. പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വിട പറഞ്ഞു പോയി. അബുൽ ഖാസിം എന്നാണ് പഴയ കാലത്തൊക്കെ. പിന്നെ മക്കളുടെ പേരിന്റെ കൂടെ ചേർത്തിട്ടാണ് ഉപ്പായെ വിളിക്കുക. അബുൽ ഖാസിം അങ്ങനെയാണ് വിളിക്കുക. ഷറഫിന്റെ മോന്റെ പേരെന്താ? മുഹമ്മദ് സിനാൻ, അബു മുഹമ്മദ് സിനാൻ. അതാണ് അങ്ങനെയാണ് വരിക. പാപ്പാടെ പേര് മകന്റെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബുൽ ഖാസിം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഖാസിം എന്ന മകൻ സുന്ദരനായ ഭംഗിയുള്ള, പിന്നെ ഭംഗിയുടെ കാര്യം പറയണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് ആ മകൻ വിട പറഞ്ഞു പോയി. അതിനുശേഷം അബ്ദുള്ള എന്ന മകൻ ജനിക്കാൻ. നബുവത്തൊക്കെ ലഭിച്ചതിന് ശേഷം അബ്ദുള്ള എന്ന് പറയുന്ന മകൻ വിട പറഞ്ഞു പോകുന്നുണ്ട്. സങ്കടപ്പെട്ട് വേദനയോടെ ഇരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ കുടുംബത്തിന്റെ ഒരന്തരീക്ഷം. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുലകുടി പ്രായം കഴിയുന്നത് വരെയെങ്കിലും എന്റെ കുഞ്ഞിനെ തരാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നാണ്. ആലോചിച്ച് നോക്ക്. ആ ഒരു അന്തരീക്ഷത്തിൽ സങ്കടം എത്രത്തോളം നിഴലിച്ച് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. അബ്ദുള്ള എന്ന മകൻ മരണപ്പെട്ടു പോയപ്പോ ആശ്വസിപ്പിക്കേണ്ട കുടുംബങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ മരിച്ചതിന്റെ പേരിൽ ആഹ്ലാദ പ്രകടനം നടത്തി മക്കത്ത്. ബക്തിറ മുഹമ്മദ് എന്നാണ് വിളിച്ചത്. ആദ്യമായി ഹബീബിന്റെ ഖൽബിൽ ഒരു നുറുങ്ങ് സങ്കടം വന്ന ദിവസം അതായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. കളിയാക്കുന്നവരുടെ ക്രൂരമായ അമ്പുകൾ നെഞ്ചിലേറ്റിയിട്ട് പിടഞ്ഞു വീഴേണ്ട നബിയേ, തളർന്നു പോകരുത് റസൂലേ, മനസ്സ് മടിച്ചു പോകരുത് ഹബീബേ. കുടുംബം അങ്ങനെയാണ്. സങ്കടമുണ്ടാവും, സന്തോഷമുണ്ടാവും, പ്രയാസമുണ്ടാവും, മരണമുണ്ടാകും, ജനനമുണ്ടാകും. നിങ്ങളാണ് വാലറ്റ് പോയവരെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്, ആശ്വാസവാക്ക്. അതായത് ഈ കുടുംബത്തിൽ ഏറ്റവും ഫ്രണ്ട് നിന്ന് സംസാരിക്കുന്ന ആളാണ്. ഒരു മര്യാദ കാണിക്കണ്ടേ? നല്ല ബബിൾക്കം ചോദിക്കുമ്പോ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ, അറിയിപ്പോ സാധനം.
അപ്പൊ ഈ കുടുംബത്തിൽ ഓരോ മരണം നടന്ന് ഒരല്പം മനസ്സ് നീറാൻ തുടങ്ങിയപ്പോ അല്ലാഹു തആല ആശ്വാസവാക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഈ സങ്കടങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വളരെ പിന്നെ ചേർത്ത് പിടിച്ച് ആനന്ദിച്ച് ആസ്വദിച്ച് കൊണ്ട് നടക്കണം. അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോകരുതെന്നാണ്. അത് കഴിഞ്ഞു. പിന്നീട് ഇബ്രാഹിം എന്ന മകൻ ജനിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തെ ഏതൊരു ഉപ്പാക്കാണ് താങ്ങാൻ പറ്റുക? ലോകത്തെ ഏതൊരു പിതാവിനാണ് സഹിക്കാൻ പറ്റുക? ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹസാഗരത്തിൽ ഒരു ഉപ്പ വന്നത്. 4 മക്കളുള്ളതിൽ 4 മക്കളും മരണപ്പെട്ടു പോയി. വയസ്സുകാലത്ത് അവരെ നോക്കാൻ, ഒരു ആശ്വാസവാക്കു പറയാൻ ഒരു മക്കളുമില്ല. പക്ഷെ അവരൊക്കെ മുതിർന്നതിന് ശേഷമാണ് മരണപ്പെട്ടു പോയത്. ആക്സിഡന്റിൽ, ഹാർട്ട് അറ്റാക്കിൽ, സുഖമില്ലാതെ അങ്ങനെയൊക്കെ പോയി. പക്ഷെ പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ വീണ ഈ പ്രിയപ്പെട്ട ഉപ്പ പറയാണ്, ഒന്ന് സമാധാനിപ്പിക്കാൻ ആളില്ല ഉസ്താദേ. അതുകൊണ്ടാണ് ഈ സ്നേഹവില്ലകൾക്ക് മുന്നിൽ ആശ്വാസം തേടി വന്നതെന്ന് ആ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞപ്പോ, മക്കൾ മരിച്ചാൽ ഒരു ഉപ്പാക്ക് താങ്ങാൻ പറ്റൂല. 1.5 വയസ്സ് ആയപ്പോൾ ഇബ്രാഹിം എന്ന മകനും മരണപ്പെട്ടു പോയി. അരമ്പപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക പള്ളിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തില്ല. ഇബ്രാഹിം എന്ന മകൻ ജനിച്ചത് മദീനത്താണ്. മദീനയുടെ ഉഹദ് മലയുടെ മുകൾ ഭാഗത്ത് കയറിയിട്ട് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തില്ല. ഇതെന്തൊരു ജീവിതമാണ് അല്ലാഹ്! ഇതെന്തൊരു പരീക്ഷണമാണ് അല്ലാഹ്! ഇതെന്തൊരു സങ്കടമാണ് അല്ലാഹ്! നീ മക്കളെ തന്നിട്ട് ആ മക്കളെ മുഴുവനും നീ തന്നെ എങ്ങനെ മരിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞു നൊമ്പരത്തോടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭപ്പൂവായ മുത്തറസൂൽ അല്ലാഹുവിനോട് പരിഭവം പറഞ്ഞില്ല, മറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതെന്താ? തന്റെ ജീവിതം കണ്ടു നിൽക്കുന്ന, അത്ഭുതത്തോടെ അന്താളിച്ചു നിൽക്കുന്ന ജനസാഗരത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിയ പെണ്ണ് പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞവളെ പരിഹസിക്കുന്ന ഭർത്താക്കന്മാര് ചാവക്കാടുണ്ടോ? കല്യാണം കഴിഞ്ഞ് എന്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയല്ല, കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ രോഗങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞയാളെ കുത്തിനോവിച്ച് മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നിന്നെ കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, നിങ്ങളെ കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവും ഭാര്യയും പരസ്പരം ഈ കാലഘട്ടത്തിൽ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓമനത്തം തുളുമ്പുന്ന 3 മക്കളെ കബറടക്കിയ, 3 ആമക്കളെ കബറടക്കിയ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ചുണ്ടുപോലെ ചുണ്ടുള്ള, തന്റെ കണ്ണുപോലെ കണ്ണുള്ള ഇബ്രാഹിം എന്ന പൊന്നുപോലെ പോലും കബറടക്കം നടത്തി. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഈ സമ്പത്തും മക്കളും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന പരീക്ഷണങ്ങളാണ് സ്വഹാബ. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഈ സഹനത്തിന് പകരം ഭാര്യ ഭർത്താവിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളെ, സങ്കടകരമായ കാര്യങ്ങളെ കുറച്ചൊന്ന് സഹിച്ച് ഈ വണ്ടി മുന്നോട്ട് പോകുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സഹിച്ചു. ഭർത്താവും അങ്ങനെ തന്നെ തിരിച്ചും സഹിച്ചാൽ വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. പരീക്ഷണങ്ങൾ ഉണ്ടാവും, മക്കൾ കുളത്തിൽ വീഴും, വാഹനാപകടത്തിൽ മരിക്കും, അസുഖങ്ങൾ ഉണ്ടാവും. പിന്നെ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് പെണ്ണു പോയാൽ അവിടെ ഭർത്താവിന്റെ ഉമ്മാക്ക് സുഖം ഉണ്ടാവൂല, ഭർത്താവിന്റെ ഉപ്പാക്ക് അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ജനങ്ങൾ, അയൽവാസികളൊക്കെ പറയും, ആ പെണ്ണ് വന്നതിന് ശേഷം ഉണ്ടായതാണ് ഈ പ്രശ്നം മുഴുവനും. അതാ പാവപ്പെട്ട പെണ്ണിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കരുത്. നിന്നെ കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, നിന്നെ അല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇപ്പൊ ചാവക്കാട് തൊട്ടാപ്പൊക്കെ ഞാൻ നല്ല പറത്തീനെന്നൊക്കെ ചില ഉപ്പമാരിപ്പൊ പറയും. വെറുതെ പറയാണ്.
ഇതൊക്കെ അള്ളാഹുവിന്റെ തഖ്ദീറാണ്. വല്ലാഹു ഇന്നഹു അജ്റുൻ അദീം. സഹിച്ച് പരിഭവം പറയാതെ മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടും. പരിശുദ്ധ ഖുർആൻ കല്യാണം കഴിച്ച് താമസിക്കുന്ന വീടിന് പറഞ്ഞ പേരെന്തെന്നറിയോ? മസ്കൻ എന്നാണ്. മസ്കൻ. നിങ്ങൾ മദ്രസയിൽ വീടിന് പഠിച്ച അറബി പേരെന്താ അറിയാം? ആരെങ്കിലും പറയാൻ പറ്റുമോ? ബൈത്തുൻ അല്ലെ? നിന്റെ രണ്ടാമതിരിക്കണം വേണം കേട്ടോ. അവൻ അത്ര വേട്ടി കൊടുക്കട്ടെ. വാ, ചോദിച്ച ഉടനെ പറഞ്ഞു. എനിക്കറിയാം അവന്റെ ഉഷാർ കണ്ടപ്പോഴും പറയുന്നത് എനിക്കറിയാം. അവൻ പറയണ ആളിയാ കൊളായി വന്ന കല്യാണം മുടങ്ങുമെന്ന് പഠിച്ചു. എന്താ പേര്? സമാൻ. സമാനിൻ കൂരിരുൾ കാട്ടിൽ. ഞാൻ പറയണ അല്ലാഹ്, ഞാൻ പോയാൽ ഉസ്താദ് ഏത് പാട്ട് പാടി? എന്റെ പേര് ദുൽഖർ സൽമാൻ. അതെ, ബൈത്തുൻ അല്ലേ വീട്? ഏത് ബബിൾക്കാ ചോദിക്കണേ? അകത്തിറക്കല്ലേ? മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടാ. അടുത്ത ചോദ്യം വരും. റെഡി ആയിട്ടിരുന്നു കേട്ടാ. സെറ്റായി മുടിയൊക്കെ കൂതി പൗഡറൊക്കെ ഇട്ട് സെറ്റായിട്ടിരുന്നു. ലൈവൊക്കെ ഉള്ള. അപ്പോ ബൈത്തുൻ എന്നാണ് സാധാരണ വീടിന് പറയുന്നത്. ബൈത്തുൻ വീട്, ബൈത്തുൻ വീട്. പെൺകുട്ടിയൊക്കെ അറിയാം, മദ്രസ പോകുന്നവർക്കൊക്കെ അറിയാം ബൈത്തുൻ വീട്. പക്ഷെ അതല്ല, ഭാര്യ ഭർത്താക്കന്മാര് താമസിക്കുന്ന വീടിന് ബൈത്തുൻ എന്നല്ല അല്ലാഹ് പറഞ്ഞത്. എന്താ കാരണം? ബൈത്തുൻ എന്ന് പറഞ്ഞാൽ കല്ല്, കട്ട, സിമന്റ്, കമ്പി, ഓല, ഈന്തപ്പന ഓല, മടലൊക്കെ കൊണ്ട് കെട്ടിയ ഒരു വീടിനാണ് ബൈത്തുൻ എന്ന് പറയാം. അത് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞത് ചിലന്തിയുടെ വീടിനെ കുറിച്ചാണ്. ചിലന്തിയുടെ വല കൊണ്ട് ചിലന്തി നിർമ്മിക്കുന്ന വീടുണ്ട്, പെട്ടെന്ന് പോവും. ആ വീടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വഇന്നഹുവനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ഏറ്റവും നിസാരമായ, ഏറ്റവും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വീട് ചിലന്തിയുടെ വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നില്ല ബൈത്തുൽ അൻകബൂത്ത്. ചിലന്തിയുടെ വീടിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പേര് ബൈത്ത് എന്നാണ്. ബൈത്ത്, ചിലന്തിയുടെ വീടിന് പറഞ്ഞ പേര് ബൈത്ത് എന്നാണ്. രണ്ടാമത് എനിക്കും നിങ്ങൾക്കും അറിയാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയാം. എല്ലാവരും എത്ര കാലം കൊണ്ട് കേൾക്കുന്നതാണ്. മിസ്റിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത്. കേട്ടിട്ടില്ലേ? ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ കുടുംബത്തിൽ നിന്ന് പൊട്ടക്കിണറ്റിലേക്ക് കൂടപ്പിറപ്പുകൾ വലിച്ചെറിഞ്ഞു. അവിടുന്ന് അത്ഭുതകരമായി യാത്രാ സംഘം, കച്ചവട സംഘം രക്ഷപ്പെടുത്തി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലെത്തിച്ചു. സുന്ദരനായ ഭംഗിയുള്ള യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊട്ടാരത്തിലെ രാജ്ഞിക്ക് വല്ലാണ്ട് മോഹമുദിച്ചു കൽവിനകത്ത്. അത്രത്തോളം സൗന്ദര്യമാണ്. ഇത് മനുഷ്യനല്ല മലക്കാണെന്ന് പോലും പറഞ്ഞു പോകേണ്ടി വന്നു. ആ പ്രിയപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് സുലൈഖാ ബീവി ആഗ്രഹം തന്റെ മനസ്സിൽ വെച്ച് നടന്നു പൊട്ടിത്തെറിച്ചുകൊണ്ട് യൂസുഫ് നബിയോട് ആഗ്രഹം പറഞ്ഞ കാര്യം നടക്കാൻ പരിശ്രമം നടത്തിയ ഒരു രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ആ വീട്ടിനകത്ത് വെച്ച്, സുലൈഖ ബീവിയുടെ വീട്ടിനകത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയറി പിടിച്ചു എന്നതാണ്. അവിടെ സമാധാനമില്ലാത്തത് കൊണ്ട്, അവിടെ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുലൈഖാ ബീവിയുടെ ആഗ്രഹത്തിന്റെ അമ്പുകൾ തറച്ചു മനസ്സിന്റെ അകത്ത് വല്ലാത്ത നൊമ്പരം വന്നു പോയത് കൊണ്ട് അവിടെ അല്ലാഹു ആ വീടിന് പറഞ്ഞ പേര് ബൈത്ത് എന്നാണ്. ആ വീടിന് പറഞ്ഞ പേര് ബൈത്ത് എന്നാണ്. സമാധാനമില്ല. അവിടെ കുറെ കല്ലും കട്ടൊക്കെ കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ സമാധാനം ഇല്ലാത്തത് കൊണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. സമാധാനമില്ല. പിന്നെ അതുപോലെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ ഉറുമ്പുകൾ പറഞ്ഞ ഒരു ഉറുമ്പുകൾ വീടിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്.
അതെന്താണെന്നറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പട്ടാളങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പട്ടാളങ്ങളും വരുന്നത് കൊണ്ട് ഉറുമ്പിന്റെ നേതാവ് ഉറുമ്പുകളോട് പറയുകയാണ്, നിങ്ങൾ കടന്നുകൊള്ളുക, അവർ നിങ്ങളെ ചവിട്ടി കൊല്ലുന്നതിന് മുമ്പ് അവിടെ ബൈത്തെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മസ്കനിൽ കടന്നുകൊള്ളു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ചവിട്ടും ഇടിയും വെട്ടുകുത്തൊന്നും കൊള്ളൂല, സമാധാനമായിട്ടിരിക്കാം. അതാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം. ഈ മസ്കൻ എന്ന വാക്കാണ് ഭാര്യ ഭർത്താക്കന്മാര് താമസിക്കുന്ന വീടിന് അള്ളാഹ് പറഞ്ഞു. ബൈത്തെന്നല്ല പറഞ്ഞു, മസ്കൻ, സമാധാനമുള്ള സ്ഥലം. ഈ തൊട്ടാപ്പ് കടപ്പുറത്ത് കിടന്ന് കറങ്ങുന്നു. രാത്രി 10 മണിയായി. കൂട്ടുകാർ ചോദിക്കുന്നു, സിനിമ കണ്ടിട്ട് വന്നോ നോക്കുമ്പോ അവിടെ നിൽക്കുന്നേ ഉള്ളൂ ഒരു കാക്ക. വീട്ടിൽ പോകുന്നില്ലേക്കാ? സമാധാനമല്ലോ മക്കളെ, അങ്ങോട്ട് ചെന്ന് കയറി ആ ഭൂതനയുടെ മോന്ത കാണണ്ടേ? അപ്പൊ അത് മസ്കനല്ല, അത് ബൈത്താണ്. കല്ലും കട്ടെ, ചന്ദ്രമേശ്വരി, അരിമേശ്വരി, മറ്റേ ഭാർഗവ മേശ്വരി, ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൈത്ത്, അത് മസ്കനായിട്ടില്ല. അത് മസ്കനാവണമെങ്കിൽ ഭർത്താവിന് വേഗം വീട്ടിൽ വരാൻ തോന്നണം. പെട്ടിയും സാധനമൊക്കെ എടുത്ത് പ്രസംഗത്തിന് ഇറങ്ങുമ്പോൾ ഭാര്യയും മക്കളൊക്കെ ചോദിക്കണമെങ്കിൽ എത്ര ദിവസം കഴിയും വരാൻ ആഗ്രഹം. തൊട്ടാപ്പ് വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്താലും ഇതുവരെ മുഖം കണ്ടിട്ട് പോകാൻ തോന്നില്ല റബ്ബേ എന്ന് പറയാൻ കഴിയണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഠിച്ചവനെ 2 മാസം കഴിഞ്ഞതിന് വരാവോ, പ്രസംഗം അങ്ങനെ തന്നെ പ്രസംഗിച്ചോട്ട് പോട്ടെ എന്ന് തോന്നിപ്പോരും. അത് വെറും ബൈത്തായി പോവും. നമുക്ക് വേണ്ടത് മസ്കനാണ്. ആ മസ്കനിൽ നിങ്ങൾ താമസിക്കാൻ വേണ്ടിയാണ്. കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉസ്താദ് ദുആ ചെയ്തു തരുന്നു. ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട്, നിങ്ങളത് കേൾക്കുമോ എന്നറിയില്ല. മട്ടന്റെ മുമ്പിൽ നിൽക്കുമ്പോ കല്യാണത്തിന് വിളിച്ച് ബൊഫെ ഇങ്ങനെ നിരത്തി വെച്ച് പാത്രവും വെച്ച് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന, അത് തിരക്കിനിടയിൽ ഉസ്താദ് ദുആ ചെയ്യുന്നത് ചിലപ്പോൾ മറന്നുപോകും. താത്തമാരൊക്കെ റീൽസ് ഇടുന്ന തിരക്കിലാണ്. പുതുപെണ്ണിന്റെ കൂടെ നിന്നൊന്ന് കുലുക്കി പാട്ട് പാടാൻ, ക്യാമറക്കാരുടെ കണ്ണിലൊന്ന് പതിയാൻ, ഒന്ന് ചുണ്ട് ചുമപ്പിച്ചിട്ട് താൻ വില കൊടുത്തു വാങ്ങിയ തട്ടവും താൻ വില കൊടുത്തു വാങ്ങിയ പർദയും മക്കനയുമെല്ലാം വീഡിയോക്കാരന്റെ വീഡിയോയിലൊന്ന് പതിഞ്ഞിരുന്നെങ്കിൽ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടുമ്പോ ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ കമാ അല്ലഫ്ത ബൈന ഇബാദിക സ്വാലിഹീൻ വഇമാഇക സ്വാലിഹാൻ കമാ അല്ലഫ്ത ബൈന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങൾ അവരുടെ ഭാര്യമാരുമായി രഞ്ജിപ്പിൽ, സ്നേഹത്തിൽ, അനുരാഗത്തിൽ, അനുകമ്പയിൽ, ആർദ്രതയിൽ കഴിഞ്ഞതുപോലെ ഇവിടുന്ന് നിക്കാഹ് കഴിക്കുന്ന കോയാക്കാടെ മോനെയും സുലൈമാൻ സാഹിബിന്റെ മോളെയും അങ്ങനെ തന്നെ നീ രഞ്ജിപ്പിലാക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോൾ ആമീൻ പറയാൻ ആരും ഇല്ല. ഇവിടെ എല്ലാവരും പഴമൊക്കെ തൊലിച്ചടിച്ച് ഐസ്ക്രീം ഒക്കെ തിന്ന് എങ്ങനെ ഉണ്ടോ സൂറാന്നൊക്കെ ചോദിച്ച് പോണ തിരക്കില്ല. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെച്ചോറ്റിന് ആഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്, കൈ കഴുകുവാൻ പോകേണ്ടതാണ് താഴോട്ട്. പല സംവിധാനങ്ങളാണ്. അത്രയും സംവിധാനങ്ങൾ വേണം. പല മോഡലുള്ള ആളുകളാണ്. ഒരു ദിവസം VVIPക്ക്, ഒരു ദിവസം VIP-ക്ക്, ഒരു ദിവസം ഉസ്താദുമാർക്ക്, ഒരു ദിവസം സിനിമാടന്മാർക്ക്, അങ്ങനെ 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 പണപ്രാന്ത് കൊണ്ടിട്ട് അങ്ങനെ അറമാദിക്കാൻ. പുരതാമസമാണെങ്കിലും കല്യാണമാണെങ്കിലും 14,000 കുഞ്ഞുങ്ങൾ ഗസയിൽ മരിക്കാൻ പോവാണ്. എന്തിന്റെ പേരിൽ? മരുന്ന്, ഭക്ഷണം, വെള്ളം ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ. നമുക്ക് ദുആ ചെയ്യാനല്ലാതെ വേറെ മാർഗമില്ല. പൊന്നുമോളെ കല്യാണത്തിന് 10 ലക്ഷം രൂപയുടെ മുട്ടായി പൊട്ടിച്ചിട്ടും മതി വരാത്ത നമ്മുടെ ഉമ്മമാർ ഈ വാർത്ത അറിയില്ല. പണപ്രാന്ത് കൊണ്ട് എന്തും ചെയ്യാൻ രംഗത്തിറങ്ങി നൃത്തമാടുന്ന ഈ കാലഘട്ടത്തിലെ കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകൾ കെട്ടി ആഹ്ലാദത്തിമിർപ്പിൽ ആറാടുന്നവർ ആ വാർത്ത അറിയില്ല. 14,000 കുഞ്ഞുമക്കൾ മരണപ്പെടാൻ പോവാണ്. അത്രത്തോളം അവസാന ഘട്ടത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം നിഷേധിച്ചതുകൊണ്ട്, അവർക്ക് ആവശ്യമുള്ള മരുന്ന് നിഷേധിച്ചതുകൊണ്ട്, അവർക്ക് ആവശ്യമുള്ള സർവ്വ സാധന സാമഗ്രികളും നിഷേധിച്ചതുകൊണ്ട്. നമുക്ക് പൊടി പൊടിക്കണം, നമുക്ക് തകർക്കണം, നമുക്ക് ഇമേജ് വേണം, നമുക്ക് സ്റ്റാറ്റസ് വേണം. കരുണക്കടലായ റബ്ബേ, ഇനിയെങ്കിലും രാജ്യങ്ങൾക്കൊന്ന് ഒത്തുനിന്ന്
ആ പാവപ്പെട്ട മക്കൾക്കൊന്ന് അനുകൂലിച്ച് അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ, അവരെ കണ്ണീരൊന്ന് കാണാൻ, അവരെ സങ്കടമൊന്ന് തീർക്കാൻ അല്ലാഹുവേ പടച്ചവനെ മറ്റ് രാജ്യങ്ങൾക്കൊന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള കരുത്ത് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യാൻ മാത്രമേ ഈ തൊട്ടാപ്പ് കടപ്പുറത്തിന്റെ ഭാഗത്തിരുന്ന് പാവപ്പെട്ട നമുക്ക് പറ്റുള്ളൂ. വേറെ മാർഗമില്ല. അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ അലിഫ് ബൈന ഹാദൈനി സൗജൈൻ. പടച്ചവനെ ഈ ഭാര്യയും ഭർത്താവിനെയും നീ യോജിപ്പിലാക്കണം, രഞ്ജിപ്പിലാക്കണം, സന്തോഷത്തിലാക്കണം. നിന്റെ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ചേർന്നതുപോലെ കമാ അല്ലഫ്ത ബൈന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരുടെ കൂടെ എത്ര രഞ്ജിപ്പിലാണ്, ചേർച്ചയിലാണ്, രസത്തിലാണ് കഴിഞ്ഞുകൂടിയത്. അതുപോലെ ഇന്നിവിടെ നിക്കാഹ് കഴിഞ്ഞ മക്കളെയും നീ ചേർക്കണേ അല്ലാ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംലാ. എന്തൊരു ജീവിതമാണ് ചാവക്കാടുകാരെ, എന്തൊരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമാണ് ആ ചരിത്രത്തിന്റെ ഏടുകൾ. അല്ലാഹുവേ ആ ജീവിതത്തിന്റെ ഒരു നിമിഷം അനുഭവിച്ച ആസ്വാദം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലൊന്ന് നൽകണേ അല്ലാ. അപ്പൊ ചോദിക്കും, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉസ്താദേ? അലിഫ് ബൈന ഹാദൈനി സൗജൈനി എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ പരിഹരിച്ചു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ പരിഹരിക്കാൻ ഈ മക്കൾക്ക് ഭാഗ്യം കൊടുക്കണമെന്നാണ് അലിഫ് ബൈന ഹാദൈനി സൗജൈനി എന്ന് പറഞ്ഞാൽ അർത്ഥം. എത്രത്തോളം പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് നബി തങ്ങളോട്, അന്തല്ലദി അന്നക നബിയുൻ, നിങ്ങളല്ലേ നബി എന്ന് പറഞ്ഞ് നടക്കണ ഒരാള് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ആരോടാണ് ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അതാണ് ഭാര്യ ഭർത്തൃ ജീവിതം. അങ്ങനെ ചോദിക്കേണ്ടി വരും. നിങ്ങളല്ലേ നബി എന്ന് പറഞ്ഞ് നടക്കണ ഒരാള്, നിങ്ങളല്ലേ വലിയ പഞ്ചായത്ത് പ്രസിഡന്റ്. ഭാര്യ ഇങ്ങനെ ചോദിച്ചാൽ ഭർത്താവ് ഡയറി എടുത്ത് കശത്ത് ചെറിയ പോടി, ഞാനിവിടെ ചാവക്കാട് അതുണ്ടാക്കി ഇതുണ്ടാക്കി, നിനക്കൊന്നും അറിയാൻ പറ്റുമോ? നീ അടുക്കളത്തിൽ കിടക്കണോളം മറ്റോളം പറഞ്ഞ് ഭർത്താവ് ഇറങ്ങി പോകും അല്ലേ? ബഷീർ സാഹിബിന്റെ ഭാര്യ പറയും, നിങ്ങളല്ലേ വലിയ കമ്മിറ്റി പ്രസിഡന്റ്, ഇറങ്ങി പോവാ നിങ്ങള്. എടി നിനക്കറിഞ്ഞൂടാ, മുസ്ലിയാക്കന്മാരൊക്കെ ഞാൻ ഭയങ്കര കമ്പനിയാണ്, ഞാൻ മറ്റേ മറിച്ച. ഭാര്യ എടുത്ത് അതൊന്നും പോവില്ല, ആ പരിപാടി ഒന്നും നടക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹ ആരോടാണ് ഈ പറയണേ? ആരോടാണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ട ഒരു നാളിൽ കഅബക്കു ചുറ്റും റസൂലിനെ കൊണ്ട് നടന്നില്ലേ, ഖസ്വാ കഅബം കരഞ്ഞില്ലേ, പല നാളും പട്ടിണിയാകുന്ന നേരത്ത് പതറാതെ നിന്നില്ലേ, ഖസ്വാ പിരിയാത്ത കൂട്ടല്ലേ. ഒരു ഒട്ടകത്തിന്റെ കഥയാണ്, ഒരു ഒട്ടകത്തിന്റെ കഥ. ഒട്ടകം പോലും തിരിച്ചറിഞ്ഞ റസൂൽ തൂണും കല്ലും മണ്ണും മണലും ഒക്കെ കരഞ്ഞ് ആ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അന്തല്ലദി അന്നക നബിയുൻ, നിങ്ങളല്ലേ അല്ലേ നബി എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ചോദിക്കാൻ ഒരു വാക്ക് തിരികെ മിണ്ടിയില്ല, ഒരക്ഷരം തിരികെ പറഞ്ഞില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സുന്ദരികളായ മുത്തുമണികളെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് നബിയേ, എവരെക്കൊന്ന് ഒഴിവാക്കിയിട്ട് വരൂ റസൂലേ, അവരെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് തരാം ഹബീബേ. എത്ര പേരെ വേണം റസൂലേ? എന്തിനാണ് ഈ വാക്ക് കേട്ട്, എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിൽ നിൽക്കുന്നത്? അതുകൊണ്ട് അങ്ങൊന്ന് വരൂ റസൂലേ എന്ന് ആരംഭപ്പുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സഹിച്ചു. അവിടെ ചേർച്ചയുണ്ടാക്കി, അവിടെ രഞ്ജിപ്പുണ്ടാക്കി, അവിടെ പെട്ടെന്ന് തന്നെ കമ്മിറ്റിക്ക് പരാതി കൊടുത്ത്, കമ്മിറ്റി ഓഫീസിൽ ഇത്ര ഇരിപ്പുണ്ട്, ഭർത്താവിന്റെ പരാതി, ഭാര്യയുടെ പരാതി, ത്വലാഖിന്റെ കണക്ക്.
ഒന്ന്, നമ്മൾ പരസ്പരം ഈ സൗന്ദര്യമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. കല്യാണം കഴിയുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് 24 വയസ്സുള്ള മാപ്പിള ആയിരിക്കൂല 64 വയസ്സിൽ നിനക്ക് കിട്ടുന്നത്. താടിയൊക്കെ പോവും, പല്ലൊക്കെ ചിലപ്പോൾ തട്ടം വിളയി പോവും. പണ്ട് നല്ല ചുറുചുരുക്കിരുന്നെന്ന് പറഞ്ഞ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവോ? പരസ്യത്തിലും പത്രത്തിലും കാണും കുതിരയുടെ കരുത്ത്, ആനയുടെ കരുത്ത് എന്നൊക്കെ കാണാനൊന്നും കാര്യമില്ല. അതൊക്കെ കിഡ്നി അടിച്ചു പോകും. സൗന്ദര്യം കൂട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഈ മുടി തലയിൽ വെച്ച കുറെ ആൾക്കാർക്ക് ഇപ്പൊ ക്യാൻസർ ഒന്നും പറഞ്ഞ് വാർത്ത വരും. എല്ലാത്തിലും പ്രശ്നമാണ്. അള്ളാഹു താല നല്ല ആഹാരങ്ങൾ തരട്ടെ, നല്ല മരുന്നുകൾ തരട്ടെ, നല്ലത് ഉപയോഗിക്കാനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ. എത്ര പറയാൻ പറ്റും? യൂട്യൂബിൽ മൊത്തം ഡോക്ടർമാരാണ്. ഡോക്ടർമാരെ കൊണ്ട് നിറഞ്ഞ്, ഡിഗ്രി ഉള്ളതും ഇല്ലാത്തതും, MBBS പഠിച്ചതും പഠിക്കാത്തതും, ചൈന, ജപ്പാൻ, ഇന്ത്യ എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മളെ താത്തമാരെ കണ്ടിട്ട് വാങ്ങി ഭർത്താവിന്റെ മോന്തത്തേക്കും എയർ കുറയ്ക്കാൻ വേണ്ടി മറ്റത് കൊടുക്കും, മറിച്ചത് കൊടുക്കും. അങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ യുവത്വകാലത്ത് ഉള്ള ഒരു പ്രസരിപ്പ് പിന്നീട് ഉണ്ടാവൂല. അത് ആണിനും പെണ്ണിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് ആണിനല്ല, പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് പെണ്ണിനാണ്. അതാണ് ഇവിടുത്തെ മൊത്തം പ്രശ്നം. പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് പെണ്ണിന്. ആണുങ്ങൾ ഇങ്ങനെ വേറൊക്കെ ചാടി വശണ്ടിയാട്ടൊക്കെ ഇരുന്നാലും മതി, സംഭവം നല്ല ഗെറ്റപ്പായിരിക്കും. കുറേ കാലം കഴിഞ്ഞാലേ ഈ ആണുങ്ങളെ ഗ്ലാമർ കുറയുള്ളൂ. 50-ലും 60-ന്റെ ഗ്ലാമർ ഉണ്ടാവും. നല്ല സെറ്റപ്പ് ആയിരിക്കും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾ പറയും, ആയിഷ നിന്റെ മാപ്പിള ഇപ്പോഴും അടിപൊളിയാണല്ലേ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ താത്ത അടിപൊളി. അത് മൊത്തത്തിലുള്ളൊരു പറച്ചില്ല. നിങ്ങളെ ഭർത്താവ് മാത്രമല്ല, ലോകത്തെല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഈ സൗന്ദര്യം പോകാനുള്ള കാരണം എന്താ? പണ്ട് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര 3 തള്ള ഞാനെന്ന് ഉണങ്ങിക്കരിഞ്ഞ കൊപ്പറ. മക്കളെ പ്രസവിച്ചാൽ മതി. പ്രസവം ചെറിയ പരിപാടിയാണോ? പ്രസവം ചെറിയ പരിപാടിയാണോ പ്രിയപ്പെട്ടവരെ? ഞരമ്പുകൾ അറുത്തു മുറിക്കുന്ന വേദന. എത്രയോ സങ്കടം, എത്രയോ വേദന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭാര്യയെ താവ് ബഹുമാനിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മതമാണ് അങ്ങനെ പറഞ്ഞത്? പെണ്ണിന് അത് കൊടുക്കണില്ല, ഇത് കൊടുക്കണില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉള്ളിലേക്കൊന്ന് ഇറങ്ങി സഞ്ചരിക്കണം. പ്രസവം ഒരു ചെറിയ പരിപാടിയല്ല. ഒരു പെണ്ണിന്റെ ജീവിതം മുഴുവനും ഇങ്ങനെ വരിഞ്ഞ് മുറുകി പിഴിഞ്ഞെടുക്കും ആ കുഞ്ഞ്. എങ്ങനെ കുടിക്കാൻ പറ്റില്ല, ചരിഞ്ഞു വീഴൂല. അപ്പോ ആ കുഞ്ഞ് അങ്ങനെ ആ കുഞ്ഞ് വരുമ്പോ ആ കുഞ്ഞ് കുറെ സൗന്ദര്യം, ഉമ്മാടെ കുറെ സൗന്ദര്യം ഭരിച്ചോണ്ടാ വരിക, ഉമ്മാരെ കുറെ ആരോഗ്യം ഭരിച്ചോണ്ടാ വരിക. അതിനുശേഷം എന്തൊക്കെ മരുന്നാ താത്തമാര് കഴിക്കാം, അങ്ങനത്തെ ലേഹ്യം, ഇങ്ങനത്തെ ലേഹ്യം, ഇങ്ങനത്തെ കഷായം, അങ്ങനത്തെ കഷായം. അങ്ങനെ കുടിച്ച് 10 ദിവസം കഴിയുമ്പോ വെളുത്ത് തുടുത്ത് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ടിരിക്കുമ്പോ ഭർത്താവ് സെറ്റപ്പ് ആടി എന്ന് പറയും. 6 മാസം കഴിയുമ്പോ വീണ്ടും പഴയനൊക്കെ പിന്നത്തെ പോലെ. പ്രസവത്തിന്റെ ശക്തിയാണ് ഈ ഗ്ലാമർ. പിന്നെ തിരിച്ചു കിട്ടൂല. അതിങ്ങനെ പതിയെ. അതല്ലേ പല സിനിമാ നടികളും പല സീരിയൽ നടികളും ഒക്കെ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രസവത്തിന് നിൽക്കൂല. ഒരു അഡ്രസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഡൈവേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ അവരെ അടിപൊളി ജീവിതം നയിക്കും. മക്കളെ കൊണ്ട് നടക്കുക, അതിന് പാല് കൊടുക്കുക, അതിനെ പോറ്റാന്നൊക്കെ പറയണത് ഗ്ലാമർ പോണ കാര്യമാണ്. അത് നീ തിരിച്ചറിയണം. ഒരു രാജാവ് ഏറ്റവും വലിയ സുന്ദരനെ തിരിച്ചറിയാൻ വേണ്ടി തന്റെ ഒരു പ്രജയുടെ കയ്യിൽ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുകയാണ്. കൊട്ടാരത്തിന്റെ മുമ്പിൽ കുറെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവിന്റെ മോനുണ്ട്, ഈ കിരീടം കൊണ്ടുവന്ന ആളിന്റെ മോനുണ്ട്, വേറെ ഒരുപാട് മക്കളുണ്ട്. ഏറ്റവും സുന്ദരന്റെ തലയിൽ ഈ കിരീടം വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അയാൾ ആ കിരീടവും കൊണ്ട് ഇങ്ങനെ പോയി ആദ്യം രാജാവിന്റെ മകന്റെ തലയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മകന്റെ തലയിൽ വെച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ് ക്ഷമിക്കണം, തലയൊന്നും വെട്ടരുത്. എന്റെ കണ്ണിൽ എത്ര മക്കളെ രാജാവ് കൊണ്ട് നിർത്തിയാലും എന്റെ മകൻ തന്നെയാണ് ഏറ്റവും സുന്ദരൻ. അല്ലേ? ഇവിടെ ഒരു 100 മക്കളെ ഞാൻ നിർത്തിയാൽ ഷറഫ് അവിടെ നോക്കണം, അവന്റെ മോനായിരിക്കും. 1000 മക്കളെ ഈ സ്റ്റേജിൽ നിങ്ങൾ 1000 പേര് ഇവിടെ വന്നിരുന്നാൽ എന്റെ മോൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ ശ്രദ്ധ അവിടെ ആയിരിക്കും. ഖുത്ബ ഓതിക്കൊണ്ടിരുന്നു മദീനത്ത് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ എല്ലാം പോയി.
ഇറങ്ങി വന്നു, ആ കുഞ്ഞിനെ എടുത്തു. ആരാണ് ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് വിട്ടത് ചോദിച്ചു സഫിയുനാ റസൂലുള്ളാഹി. ഇതുപോലെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് സൗന്ദര്യം നോക്കിയാൽ നിങ്ങളുടെ മോനാണ്, നിങ്ങളുടെ ഭാര്യയാണ് ഏറ്റവും വലിയ സുന്ദരി, ഏറ്റവും വലിയ സുന്ദരി. പക്ഷെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണം. ഇന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഒന്ന് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഭാര്യ ഒന്ന് നോക്കണം. അപ്പോഴാണ് അല്ലാഹ് സുന്ദരിയാണല്ലോ ഉസ്താദേ, സുന്ദരി അൻഷാദേ. കാശ്മീർ കൊണ്ടുപോയപ്പോ മാത്രമേ സുന്ദരിയല്ല, തൃശ്ശൂരിൽ പോയി നോക്കണം വീട്ടില്. കാശ്മീർ പോയപ്പോ ഇൻഷാദ് മെസ്സേജ് അയച്ചു, അടിപൊളി അവസ്ഥ. പിന്നെ കാശ്മീർ അടിപൊളിയല്ലേ? കാശ്മീർ പോകുമ്പോ ഭാര്യയും ഭർത്താവ് അടിപൊളിയായിരിക്കും, വീട്ടിൽ വരുമ്പോഴാണ് കുഴപ്പം. അപ്പൊ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ മതി. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ രാജാവ് പറയാണ്, ഞാൻ എന്തിനാ മാപ്പ് നൽകുന്നത്, ഞാൻ എന്തിനാ നിന്റെ തല വെട്ടുന്നത്? ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഒരു പിതാവ് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോയി സ്വഹാബ. ഒരു ദിവസം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഖൈബറിൽ നിന്ന് മടങ്ങുന്ന ദിവസമായിരുന്നു അത്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയമാണ്. ഖൈബറിൽ നിന്ന് മടങ്ങുന്ന സമയമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒട്ടകപ്പുറത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ സഫിയ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ കയറേണ്ടതുണ്ട്. പുന്നാര ഹബീബിന്റെ ഭാര്യയല്ലേ, പ്രിയപ്പെട്ട പത്നിയല്ലേ സഫിയ റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാല് കാട്ടിക്കൊടുക്കുകയാണ്. ആ കാലിൽ ചവിട്ടിയിട്ടാണ് ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ പുന്നാര ഹബീബിന്റെ അടുത്തേക്ക് കയറിയത്. ആ കാല് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് വെക്കുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് മൊത്തവും റഹ്മത്തായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ കാല് കാണിച്ചു കൊടുക്കുകയാണ്. സഫിയ റളിയല്ലാഹു അൻഹക്ക് കയറാൻ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തോ ഒരു പരിഗണനയാണ്, എന്തോ ഒരു ഇഷ്ടമാണ്. ഭാര്യക്ക് ഡോറ് തുറന്നു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? ഭാര്യക്ക് ഡോറ് തുറന്നു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? വെള്ളയപ്പം ശരി തുറന്നു കൊടുക്കൂലേ? തുറന്നു കൊടുക്കണം. കുഞ്ഞും ഗ്ലാസും കുപ്പിയും പാവം എന്തൊക്കെയായിട്ടാണ് വരിക ഒരു യാത്ര പോണെന്ന് പറഞ്ഞാല്. ഭർത്താവിന് ചോദിക്കും, എന്തിനാണ് ഇതൊക്കെ ചുമന്നുകൊണ്ടാണ്? അയാൾക്ക് ഒന്നും അറിയേണ്ട, ഒരു പേഴ്സും വണ്ടിയിലെ ചാവി മതി, ബാക്കിയൊക്കെ ഉദാഹവ. ഭാര്യയാണെങ്കിലോ ഇളയതിന് കൊടുക്കാനുള്ള മറ്റത് കലക്കിയത് കുറുക്കിയത് കുപ്പി ഫ്ലാസ്ക് അത് ഇത് കലം ചട്ടി ഒക്കെ എടുത്ത് ചവന്ന് ആ പാവപ്പെട്ടോള് ഖദീജ ബീവി. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിഞ്ഞപ്പോൾ മക്കയിലെ പ്രമാണിമാരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. ആരെയാ പരിഹസിക്കുന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒന്നുമില്ലല്ലോ, യത്തീമാണ്, പണമില്ല, വലിയ വീടില്ല, കൊട്ടാരമില്ല, ഒന്നുമില്ല, ഒന്നും അവകാശപ്പെടാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. ഈ 2 ഡിഗ്രി ഉള്ളൂ. മക്കയിലെ ജനങ്ങളെല്ലാം പരിഹസിച്ചു. ഖദീജ ബീവിയോട് പറഞ്ഞു, പെണ്ണേ ഖദീജ, മുതലാളിയായ ഖദീജ, ഖദീജ, കോടിപതിയായ മക്കയിലെ റാണിയായ ഖദീജ, ഈ മുഹമ്മദിനെ കിട്ടിയോളോ നിനക്ക്? വല്ലാത്ത പരിഹാസം. ഈ മുഹമ്മദിനെയാണോ നിനക്ക് കിട്ടിയത്? അവനൊരു കാൽക്കാച്ചിന് വിലയില്ലാത്തവനാണല്ലോ. ഒരു തുണ്ട് ഭൂമിയില്ലല്ലോ, ഒരു ഈന്തപ്പന മരമില്ലല്ലോ, ഒരു നുള്ള കാരക്ക എടുക്കാനുള്ള ഗതി അവനില്ലല്ലോ. പരിഹാസ ചരങ്ങൾ ഇങ്ങനെ എഴുതി വിട്ടപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്തേ ചെയ്തത്? മക്കയിലെ പ്രമാണികളെ മുഴുവനും തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അറബികൾക്ക് സൽക്കാരം വലിയ പ്രിയമാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് വലിയ ഇഷ്ടമാണ്. എല്ലാവരും ചെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതല്ല,
ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതല്ല, ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാന കാര്യം പറയാനാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ സ്വത്ത് മുഴുവനും ഞാനിതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവകാശം എഴുതി കൊടുക്കുകയാണ്. എന്റെ ഭർത്താവിന് പണമില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരെ, എന്റെ ഭർത്താവിന് ഒരു തുണ്ട് ഭൂമിയില്ലെന്ന് പറഞ്ഞ് പരിഹരിച്ചവരെ, എന്റെ ഭർത്താവിന് ഒരു ഈത്തപ്പഴമരം പോലും ഇല്ലെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിയവരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുഹമ്മദിന് ഞാൻ എന്റെ അറേബ്യയിലെ സ്വത്ത് മുഴുവനും എഴുതി വെക്കുകയാണ്. ഇന്നു മുതൽ ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നം മുഹമ്മദാണ്, ഞാനാണ് ഏറ്റവും വലിയ പാവപ്പെട്ടവളെന്ന് ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ബദർ മുനീർ മുസ്ലിം ജമാലും വായിച്ചവരെ, റോമിയോ ജൂലിയത്തിന്റെ ചരിത്രം വായിച്ചവരെ, ലൈലാ മജ്നൂന്റെ ചരിത്രം വായിച്ചവരെ, കാഞ്ചനമൗദീന്റെ ചരിത്രം കണ്ട് കണ്ണു തള്ളിയവരെ, ഇതൊന്നുമൊന്നുമല്ല മക്കളെ, ലോകത്തെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഖദീജയോടൊത്ത് ജീവിച്ച ആ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഏട് വായിച്ചു തീർക്കാൻ ആശിക്കീങ്ങൾക്കാവില്ല പെങ്ങളെ, പ്രവാചക പ്രേമികൾക്കാവില്ല ചെറുപ്പക്കാരാ. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ അല്ലാഹു തന്നെ പേര് കൊടുത്ത ഒരു വർഷമുണ്ടെങ്കിൽ 65-ാമത്തെ വയസ്സിൽ അറേബ്യയിൽ ഒരു കിളവിയായ ഖദീജ മരണപ്പെട്ടപ്പോഴാ പെങ്ങളെ. 65-ാമത്തെ വയസ്സിൽ സൗന്ദര്യമെല്ലാം കുറഞ്ഞ് ശരീരത്തിന് ഒരുപാട് ക്ഷീണം വന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ആ വിട പറഞ്ഞു പോയ ആ വർഷത്തിന് അല്ലാഹു കൊടുത്ത പേര് ആമുൽ ഹുസ്ൻ എന്നാ. ഇത് ദുഃഖവർഷമാണ്, നബി തങ്ങളുടെ ദുഃഖവർഷമാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് നമ്മൾ ഈ പറഞ്ഞ ആലോചിച്ചു.